നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര പ്രചരണയാത്ര 25-ന് കരുവഞ്ചാലിൽ കെ. സി. വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. യാത്ര മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ഭക്ഷണ വിതരണവും ഒപ്പം പുഷ്പാർച്ചനയും അനുസ്മരണവും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ എത്തിച്ചേർന്നു. വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂരിലെ ഷമീൽ KPക്ക് 10,000 രൂപ പിഴ. കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ. കണ്ണൂരിലെ മൊത്തവിതരണക്കാരനാണെന്ന് എൻഫോഴ്സ്മെന്റ്. വാർത്തകൾ വിശദമായി. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF മലയോര സമര പ്രചരണയാത്ര ഈ മാസം 25-ന് തുടങ്ങുമെന്ന് UDF ജില്ലാ ചെയർമാൻ PT മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് കരുവഞ്ചാലിൽ കെ. സി. വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ K. സുധാകരൻ MP അധ്യക്ഷനാകും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, G. ദേവരാജൻ, മാണി C. കാപ്പൻ, രാജൻ ബാബു, KC ജോസഫ്, സജി ജോസഫ്, സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. യാത്ര 25-ന് കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച് 27-ന് 3 മണിക്ക് ആറളത്തെയും വൈകിട്ട് 5 മണിക്ക് കൊട്ടിയൂരിലെയും സ്വീകരണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ് സമര പ്രചരണ യാത്ര വയനാട്ടിലേക്ക് യാത്ര തിരിക്കും. കാർഷിക മേഖലയിൽ വന്യമൃഗശല്യവും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും കാരണം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ തയ്യാറാവണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കണം. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF സംസ്ഥാന കമ്മിറ്റി ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിൽ നിന്നും മലയോര സമര പ്രചരണ ജാഥ നടത്തുന്നത്. കടുവയും പുലിയും കുരങ്ങും പന്നിയും അടക്കമുള്ള, അതായത് മയിലുകളടക്കം ഇവരുടെ എല്ലാം ആക്രമണങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബാക്കി വെച്ച് കൃഷിക്കാരന് കിട്ടിയാൽ അതിന് മാർക്കറ്റിൽ മതിയായ വില ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കാർഷിക മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു. കർഷകൻ ആത്മഹത്യകളുടെ എണ്ണം ഇത്രയും കുറയുന്നത് ഭൂരിപക്ഷം കൃഷിക്കാരും ദൈവവിശ്വാസികളാണ് എന്നുള്ളതുകൊണ്ടാണ്. ജീവിതം ഒരു രൂപത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് അന്നം തരുന്നവരെ, ഈ നാടിനെ നിലനിർത്തുന്നവരെ, ബാക്കി എന്തും നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഭക്ഷണമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കൃഷിക്കാർ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ നമ്മളെല്ലാവരും പട്ടിണിയിലാവും. അപ്പം ബാക്കി എന്തിനേക്കാളുപരി പ്രാധാന്യം അവർ ആ വിഷയത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് UDF സംസ്ഥാന കമ്മിറ്റി കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു യാത്ര, അത് കണ്ണൂർ ജില്ലയിൽ നിന്ന് 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് KPCC പ്രസിഡന്റ് അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ K. C. വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് സജി ജോസഫ് MLA, റോജസ് സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു. എടക്കാട് സോണൽ കിഴുന്ന ബീച്ച് ശുചിത്വ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ പ്രഖ്യാപനം നടത്തി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് KS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രുതി K, വിനീത N, ശുചീകരണ തൊഴിലാളികൾ, എടക്കാട് വിമൻസ് ITIയിലെ NSS വളണ്ടിയർമാർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫെഡറേഷൻ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. ഈ മേഖലയിലെ പുതിയ പ്രവണതകളെയും സാധ്യതകളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും സംവദിക്കുന്നതിനുമായാണ് ജനുവരി 23-24 തീയതികളിൽ കണ്ണൂർ റോയൽ ഒമേഴ്സ് ഹോട്ടലിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാല K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, ഇവിടെയൊക്കെ ഒരു വലിയ വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. അപ്പൊ ആ സഹകരണ മേഖല ഇന്നത്തെ സഹകരണ മേഖലയുടെ അവസ്ഥയിലേക്ക് മാറി വരുമ്പോൾ മനസ്സിന് വളരെ ദുഃഖം തോന്നുകയാണ്. ഓരോ മേഖലയിലും അഴിമതിയും സദനപക്ഷപാതവും കാട്ടി കോഓപ്പറേറ്റീവ് സെക്ടർ
അപമാനത്തിന്റെ പറുദീസയാക്കി മാറ്റുന്ന അഭിനവ സഹകാരികളെ പരമപുച്ഛത്തോടെ നോക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും സംസാരിക്കുന്നത്. കേരള സർക്കാർ പാസാക്കിയ ഏറ്റവും പുതിയ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമ ഭേദഗതിയും RBIയുടെ സമീപകാല നയങ്ങളും സെഷൻ ചർച്ച ചെയ്തു. UCDF ജനറൽ സെക്രട്ടറി K. ജയവർമ്മ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ TP ദാസൻ അധ്യക്ഷത വഹിച്ചു. CEO ഫോറം പ്രസിഡന്റ് സുനിൽ പ്രകാശ്, ചെയർമാൻ ഡയറക്ടർ UCDF രാജീവൻ എളിയാവൂർ, CV വിനോദ് കുമാർ, B. ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശൻ നയിക്കുന്ന മലയോര പ്രചരണയാത്ര 25-ന് കരുവഞ്ചാലിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. യാത്ര മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ഭക്ഷണ വിതരണവും ഒപ്പം പുഷ്പാർച്ചനയും അനുസ്മരണവും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ എത്തിച്ചേർന്നു. വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂരിലെ ഷമീൽ KPക്ക് 10,000 രൂപ പിഴ. കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ. കണ്ണൂരിലെ മൊത്തവിതരണക്കാരനാണെന്ന് എൻഫോഴ്സ്മെന്റ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഷ്പാർച്ചനയും ഭക്ഷണ വസ്ത്ര വിതരണവും ഉണ്ടായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാ എന്ന പേര് മഹാത്മാഗാന്ധിക്ക് എത്രമാത്രം ഇണങ്ങുന്നുവോ അതുപോലെയാണ് സുഭാഷ് ചന്ദ്രബോസിന് നേതാജി എന്ന വിളിപ്പേര്. അന്നത്തെ നേതാക്കന്മാർ, അന്നത്തെ വഴികാട്ടികളായി ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ആ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഒരു നാട്ടിലെ ജനതയെ ആവേശമുള്ളവരാക്കാനും രാജ്യത്തിൻ്റെ അഭിമാനബോധമുള്ളവരാക്കാനും എല്ലാം പരിശ്രമിച്ചിട്ടുള്ള നിരവധിയായ നേതാക്കന്മാർ പിറന്നു വീണ മണ്ണാണ് നമ്മുടെ രാജ്യം അഥവാ ഭാരതം. നേതാജി ആ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും അഗ്രിമനായ ഒരാൾ ആണ് എന്ന്, ഒരു നേതാവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് ഭക്ഷണ വിതരണവും നേതാജി പബ്ലിക് ഫൗണ്ടേഷൻ ചെയർമാൻ തെങ്കാശി കറുപ്പസ്വാമി വസ്ത്ര വിതരണവും നടത്തി. ചടങ്ങിൽ അഡ്വക്കേറ്റ് റഷീദ് കൗവായി മുഖ്യപ്രഭാഷണം നടത്തി. യഹിയ പള്ളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ ചിറക്കൽ, ശ്രീകാന്ത്, സഖരിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ട്രാഫിക് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി ട്രാഫിക് പോലീസും RTO എൻഫോഴ്സ്മെന്റ് കണ്ണൂർ ആസ്റ്റർ മിംസുമായി ചേർന്ന് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂടിവരുന്ന അപകട മരണങ്ങൾക്ക് കാരണമാകുന്ന അശ്രദ്ധമായ ഡ്രൈവിംഗ്, സേഫ്റ്റി ബോധവൽക്കരണം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടത്തുമെന്ന് ആസ്റ്റർ മിംസ് CEO അനൂപ് നമ്പ്യാർ അറിയിച്ചു. റോഡിൽ മറ്റുള്ളവരുടെ ജീവന് കൂടി വില കൽപ്പിച്ച് വാഹനങ്ങൾ ഓടിക്കണമെന്ന് RTO എൻഫോഴ്സ്മെന്റ് ഓഫീസർ B. സാജു പറഞ്ഞു. ഞാൻ സാജു, RTO എൻഫോഴ്സ്മെന്റ് കണ്ണൂർ. റോഡ് സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മണിക്കൂറുകൾ എടുത്താലും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, ശ്രദ്ധയോടുകൂടി വളരെ പക്വതയോടെ റോഡിലെ നമ്മളുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരോടൊരു കരുണയും
കരുതലും കൂടെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം വാഹനം റോഡിൽ ഉപയോഗിക്കാനായിട്ട്. മറ്റുള്ളവരും ജീവിക്കാനും റോഡ് ഉപയോഗിക്കാനും അർഹതയുള്ളവരാണ്. അവരുടെയും കൂടെ ജീവിതം നല്ല നിലയിൽ പോകണം, അല്ലെങ്കിൽ അവരും സുരക്ഷിതമായി വീട്ടിലെത്തണം എന്നുള്ള രീതിയിൽ തന്നെ വാഹനവും റോഡ് ഉപയോഗിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യൻ വൈകുന്നേരം കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അവർ മക്കളെയും അമ്മയും ബാക്കിയുള്ളവരും നോക്കിയിരിക്കുന്നുണ്ടാവും. അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടവരായിരിക്കും. ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് വീട്ടിലെ ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറയും, അവരുടെ ജീവിതോപാധി കണ്ടെത്തി വീട്ടിലെത്തിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ ജീവിതം സുരക്ഷിതമായി വീട്ടിലെത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളും ബാധ്യസ്ഥരാണ് എന്നുള്ള ഓർമ്മയോടുകൂടി വാഹനം ഓടിക്കണം, റോഡ് ഉപയോഗിക്കണം. കാഞ്ഞിരോട് നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ലിറ്റ് ചാറ്റ് 2024-25 വീഡിയോ ലോഞ്ചിങ് കോളേജിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ സാധിക്കൂ എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ് മുറികളിൽ നിന്ന്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, നമ്മുടെ കരിക്കുലറിൽ നിന്ന് നമുക്ക് നമ്മുടെ പഠനത്തിന് ആവശ്യമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത്തരം അറിവുകൾ കൊണ്ട് എല്ലാം പരിപൂർണമായി എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അതോടൊപ്പം ചേർത്തുകൊണ്ട് മറ്റനുബന്ധമായ അറിവുകൾ, അത്തരം അറിവുകൾ ലഭിക്കണമെങ്കിൽ വായന അനിവാര്യമാണ്. അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ വായനയെ, കുട്ടികളെ രംഗത്തേക്ക്, വായനയിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇവിടുത്തെ മീഡിയ വിങ് ഏറ്റെടുത്തിരിക്കുന്നത്. കാലാനുസൃതമായ ഏറ്റെടുത്ത ഈ ദൗത്യം, അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ KV അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. KP അനാമിക സ്വാഗതം പറഞ്ഞു. കോളേജ് കൺവീനർ VP ഷറഫുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ 100 വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളിച്ച 100 പവർഫുൾ സ്റ്റോറീസ് എന്ന പുസ്തക പ്രകാശനവും മേയർ കോളേജ് കൺവീനർ VP ഷറഫുദ്ദീന് നൽകി നിർവഹിച്ചു. എഴുത്തുകാരൻ OM അബൂബക്കർ മറുപടി പ്രസംഗം നടത്തി. അഷ്റഫ് മാസ്റ്റർ, അബ്ദുൾ കബീർ, MP നിംറാസ്, TP സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തു. കണ്ണൂർ ചാല മുതൽ വാഹനത്തെ പിന്തുടർന്ന് മുഴപ്പിലങ്ങാട് വെച്ചാണ് വാഹനം പിടികൂടിയത്. കണ്ണൂരിലെ ഷമീൽ KPയുടെ ഉടമസ്ഥതയിലുള്ള TK ഏജൻസീസിന്റേതാണ് വാഹനം. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരോധിത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ പിടിയിലാകുന്നത് ഇത് 3ാമത്തെ തവണയാണ്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. വാഹനത്തിൽ എടക്കാട്, ധർമ്മടം, മുഴപ്പിലങ്ങാട്, പിണറായി എന്നീ പഞ്ചായത്തുകളിലെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താത്ത വ്യാജ ബയോ കപ്പുകൾ തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങളാണ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കടയിലേക്കും പ്രത്യേകം കവറുകളിലാക്കി പേരെഴുതിയാണ് ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് സംശയം തോന്നാതിരിക്കുന്നതിനായി നിരോധിത വസ്തുക്കളും വിൽപ്പനാനുമതിയുള്ള വസ്തുക്കളും ഒരുമിച്ചാണ് പാക്ക് ചെയ്ത് വച്ചിരുന്നത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരോധിത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ പിടിയിലാകുന്നത് 3ാമത്തെ തവണയാണ്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജി M, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷരീഖുൽ അൻസാർ, മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തൃപ്ത KP എന്നിവരും പങ്കെടുത്തു. മലയോരത്തെ പുരാതന ക്ഷേത്രമായ കാർത്തികപുരം പായത്ത് കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിലെ കളിയോട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സാമന്തൻ അഷ്ടമച്ചാൽ പുതിയടത്തു നിന്നും ശ്രീമൂല വിഗ്രഹവും പടപ്പേങ്ങാട് സോമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയുമായി എഴുന്നള്ളിച്ചു വരവ് നടന്നു. നിർമ്മാണ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ചേർന്ന് ലഡാക്ക് അങ്കണവാടി മുതൽ വാദ്യമേളത്തോടെ സ്വീകരിച്ച് ആനയിച്ചു. 25-ന് രാവിലെ 11:30 ആറാടിക്കലോടെ ഉത്സവത്തിന് സമാപനമാകും. ശ്രീമൂല വിഗ്രഹത്തിന് അകമ്പടിയായി തെക്കില്ലം തറവാട്ടംഗം സന്തോഷും, കൊല്ലേറത്ത് തറവാട്ടംഗം ബാബുരാജും, കൊഴുമൽ ചട്ടടി തറവാട്ടംഗം അഡ്വക്കേറ്റ് ദിബിനും വാൾ എഴുന്നള്ളിച്ചു. കോഴിത്താവളം ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റി പയ്യന്നൂർ പുതിയിടം SP ശശിധരൻ, തമ്പാൻ ദേവസ്വം മാനേജർ KK ഗംഗാധരൻ, നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് CP സാബു, സെക്രട്ടറി MK നാരായണൻ, ട്രഷറർ രവീന്ദ്രൻ നായർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ VK വിനോദ്, കൺവീനർ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് 25-ന് രാവിലെ 11:30 ആറാടിക്കലോടെ സമാപനമാകും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്.
കടമ്പേരി ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 25 മുതൽ 28 വരെ നടക്കും. പാട്ടുത്സവത്തിന് മുന്നോടിയായി സുദർശന ചക്ര പൂജ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കടമ്പേരി ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 25 മുതൽ 28 വരെ നടക്കും. വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. 108 ദുർഗാലയങ്ങളിൽ ഗണനീയവുമായ ക്ഷേത്രമാണ് കടമ്പേരി ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. കാലാകാലങ്ങളിലുള്ള ഉത്സവം ഇക്കൊല്ലവും 2025 ജനുവരി 25, 26, 27, 28 തീയതികളിലായാണ് നടക്കുന്നത്. 1200 മകരം, 11, 12, 13, 14, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഭക്തി ആദരപൂർവ്വം നടക്കുകയാണ്. ഇക്കൊല്ലത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ 22 വർഷത്തിന് ശേഷം നവീകരണ പുനഃപ്രതിഷ്ഠാ കലശം നടക്കുകയാണ്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 10 തീയതി വരെയുള്ള ഈ ദിവസങ്ങളിൽ ഒട്ടനവധി താന്ത്രിക കർമ്മങ്ങൾ താന്ത്രികാചാര്യൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് അവരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. 25, 26, 27, 28 തീയതികളിലുള്ള ഉത്സവം 25-ാം തീയതി തിരുവത്താഴത്തിന് അരിയളക്കുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുകയും 28-ാം തീയതി ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ തിടമ്പ് നൃത്തത്തോടുകൂടി ഉത്സവം പര്യവസാനിക്കുകയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ബുധനാഴ്ച രാത്രി സുദർശന ചക്രപൂജ നടന്നു. മറ്റ് ശുദ്ധികർമ്മങ്ങളും ഇതോടൊപ്പം നടന്നു. പൂജയ്ക്ക് തന്ത്രി ചെങ്ങളായി ചുഴലിയിലെ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരി, സുജി നമ്പൂതിരി, ജ്യോത്സ്യർ രവീന്ദ്രൻ കടമ്പേരി, ക്ഷേത്രം ഊരാളൻ SK കുഞ്ഞിരാമൻ നായനാർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ MV രവീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ TV വാസുദേവൻ, ഗോപി മഞ്ഞേരി, PV ബാലകൃഷ്ണൻ, PV മുകുന്ദൻ, EV ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാവിലെ തിലഹോമവും മറ്റ് ശുദ്ധികർമ്മങ്ങളും നടന്നു. ഈ മാസം 31 മുതൽ ഫെബ്രുവരി 10 വരെ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശവും നടക്കുന്നുണ്ട്. 22 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു താന്ത്രിക കർമ്മം നടക്കുന്നത്. പുതുശ്ശേരി ഇല്ലത്ത് ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് അവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പൂജാശംഖ് പാരമ്പര്യ ട്രസ്റ്റി സുജിത്ത് നമ്പൂതിരിക്ക് സമർപ്പിച്ചു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ദേശീയ സമ്മതിദായക ദിനാഘോഷം ജനുവരി 25 വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ അധ്യക്ഷതയിൽ സിനിമാ താരം അഭിരാമി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും. ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പ്രചരണം ശക്തമായി നടത്തിയിട്ടില്ലെങ്കിൽ വോട്ടുകൾ കുറഞ്ഞു പോയ സ്ഥാനാർത്ഥികളുണ്ട് അല്ലെ. അപ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഇലക്ഷൻ പ്രചരണം. നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്, വാഹനങ്ങളിലും പല രൂപത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രചരണം കാണാറുണ്ട് അല്ലെ. എങ്കിൽ ഇലക്ഷൻ തുടങ്ങുന്നതിന് ചോദ്യം ശ്രദ്ധിച്ചോളൂ, ഇലക്ഷൻ തുടങ്ങുന്നതിന്റെ എത്ര മണിക്കൂർ മുന്നെയാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്? മത്സര വിജയികൾക്ക് 25-ന് ദേശീയ സമ്മതിദായക ദിനാഘോഷ വേദിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7525, പവന് 60,200 രൂപ, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശൻ നയിക്കുന്ന മലയോര പ്രചരണയാത്ര 25-ന് കരുവഞ്ചാലിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. യാത്ര മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ഭക്ഷണ വിതരണവും ഒപ്പം പുഷ്പാർച്ചനയും അനുസ്മരണവും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ എത്തിച്ചേർന്നു.
വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂരിലെ ഷമീൽ കെപിക്ക് 10,000 രൂപ പിഴ. കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ. കണ്ണൂരിലെ മൊത്ത വിതരണക്കാരനാണെന്ന് എൻഫോഴ്സ്മെന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.